നമസ്കാരം, ഏവർക്കും പുതിരിടിയിലേക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട OTT അപ്ഡേഷനുമായിട്ടാണ്. വീഡിയോയിലേക്ക് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യമായി അറിയിക്കാൻ പോകുന്നത് പൃഥ്വിരാജ്, അമല പോൾ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു ആടിവിജിതവും. ചിത്രം ഇപ്പോൾ മുതൽ നെറ്റ്ഫ്ലിക്സ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാണ്. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് കിൽ എന്ന ഹിന്ദി ചിത്രം ഈ വരുന്ന ജൂലൈ 23 മുതൽ ആമസോൺ പ്രൈം വീഡിയോസ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ബിജു മേനോൻ, ആസിഫ് അലി എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു തലവൻ. ചിത്രം സെപ്റ്റംബർ മാസം 10 മുതൽ സോണി ലീവ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. മഞ്ജു വാര്യർ, വിശാഖ് നായർ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ഫുട്ടേജ് എന്ന ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് 2 മുതൽ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ദിലീപ്, ധർമ്മജൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു പവി കെയർ ടേക്കർ. ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രം ഈ വരുന്ന ജൂലൈ 26 മുതൽ മനോരമാക്സ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം പവി കെയർ ടേക്കർ എന്ന ചിത്രത്തിൻ്റെ റിലീസിനായി. മോഹൻലാൽ നായകനായ ചിത്രമായിരുന്നു ദേവദൂതൻ. ചിത്രം ഈ വരുന്ന ജൂലൈ 26 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. ടൊവിനോ തോമസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം വരാൻ പോവുകയാണ്. നെരിവേട്ട എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ചിത്രം ഈ വർഷം തന്നെ തിയേറ്ററുകളിലെത്തും. മമ്മൂട്ടി, രാജീവ് ഷെട്ടി, അഞ്ജന ജയപ്രകാശ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ടെർബോ എന്ന ചിത്രം ഓഗസ്റ്റ് 9 മുതൽ സോണി ലീവ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. കാത്തിരിക്കാം. ബൈ ബൈ.